നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജാതകപ്പൊരുത്തം നോക്കിയല്ല ഞങ്ങളുടെ വിവാഹം നടന്നത്. ഇതേവരെ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന് സംഭവിച്ചല്ലോ. ജയന്തി, നീ ആളും തരോ നോക്കാതെ സംസാരിക്കാതെ. ഓ, ഞാനുള്ള കാര്യമല്ലേ പറഞ്ഞത്. നിനക്കൊന്ന് വായി തുറക്കാതെ നിൽക്കാവോ? പിന്നെ സോറി, ഏട്ടത്തി പറഞ്ഞത് കേട്ട് മനസ്സ് വിഷമിപ്പിക്കല്ലേ. മോളെ, ഞങ്ങൾ എന്തിനാ നിന്റെ കാര്യത്തിൽ ഇത്രയും താല്പര്യം കാട്ടുന്നേ? അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ നേട്ടം? അത് തന്നെയാ ഞങ്ങളുടെ സംശയം. ജയന്തി, നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ മറുപടി പറയാം. ഞങ്ങളുടെ മരണം കൊണ്ടുപോയ മകളുടെ പകരക്കാരിയാണ് ശ്യാമ. ഇവളെ ഇഷ്ടമാണെന്ന് ഇങ്ങോട്ട് പറയുന്ന ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ കണ്ടെത്തിയ വരന വിഷ്ണു. ഇത് ഞങ്ങളുടെ മകളുടെ കല്യാണമാണ്. ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി ശ്യാമയായിരിക്കും. ഞാനൊരു സാധാരണ കുടുംബത്തിലാങ്ങോ, അതേപോലൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സൗഭാഗ്യങ്ങളുള്ളൊരു ജീവിതം നിന്നെ കാത്തിരിക്കുന്നത്. നിന്നെ അവിടെ വരെ എത്തിച്ചാലേ ഞങ്ങൾ കണ്ട സ്വപ്നം യാഥാർത്ഥ്യാവൂ. നിങ്ങൾക്ക് വേണ്ടത് വിഷ്ണുവിന്റെ ജാതകമല്ലേ? അതിവിടെ എത്തിക്കാൻ ഞാൻ പറയാം. അല്ലെങ്കിൽ വേണ്ട, വിഷ്ണുവിന്റെ നമ്പരും അഡ്രസ്സും അങ്ങ് തരാം. നിങ്ങൾ തന്നെ നേരിട്ട് വിളിച്ചോളൂ. ജഗന്നാഥ, ഇതിപ്പോ ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല. എന്തെങ്കിലും അത്യാവശ്യം വന്നാ സാറിനെയും മാഡത്തിനെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. ചെറുക്കനെ വിളിച്ചാ പോരെ. ഇനിയിപ്പോ വിഷ്ണുവിന്റെ വീടും ബന്ധുക്കളേക്ക് ഒന്ന് കാണണമെങ്കിൽ ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോവാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നെ മകളെപ്പോലെ സ്നേഹിക്കുന്ന നിങ്ങളെ അവിശ്വസിക്കുന്നു എന്നൊരു തോന്നലുണ്ടാകുന്ന തന്നെ പാപ. മോളുടെ കല്യാണം ഒരു തടസ്സമില്ലാതെ നടക്കണമെന്ന് ഏതൊരമ്മയും ആഗ്രഹിക്കാത്തത്. അതുകൊണ്ട് മാത്ര ജാതകം ചോദിച്ചത്. ഇവരുടെ ജാതകം ഒത്തു നോക്കിയിട്ട് പൊരുത്തം ഇല്ലെങ്കിലോ ഈ വിവാഹം വേണ്ടാന്ന് വെക്കൂ. പരിഹരിക്കാൻ കഴിയാത്ത പൊരുത്തക്കേടുകളൊന്നും ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പരിഹാര പൂജ ചെയ്യണമെങ്കിൽ അത് നേരത്തെ തന്നെ ചെയ്യാം. അതിനാ ജാതകം ചോദിച്ചത്. വാസുവേട്ടാ, വിഷ്ണുവിന്റെ നമ്പർ ഞാൻ അയച്ചിട്ടുണ്ട്. അഡ്രസ്സ് വീട്ടിൽ ചെന്നിട്ട് വിളിച്ചു പറയാം. പിന്നെ ജാതകം അത് വിഷ്ണു തന്നെ ഇവിടെ എത്തിക്കും. വാസുവേട്ടാ, നമ്മുടെ ബന്ധം എന്നും കണ്ണുനീര് പോലെ തെളിഞ്ഞതായിരിക്കണം. അതിൽ സംശയത്തിന്റെ ഒരു നിഴല് പോലും വീഴാൻ പാടില്ല. എന്താ ഇത്ര ഗൗരവമായിട്ട് ആലോചിക്കാൻ? വിഷ്ണുവിന്റെ ജാതകം ഇനി എവിടെ പോയി ഉണ്ടാക്കും? വിഷ്ണു എന്ന ഫേക്ക് വരൻ, നക്ഷത്ര എന്ന വധു, അവരുടെ അച്ഛൻ അമ്മ, അവരെയെല്ലാം വ്യാജമായിട്ട് അവതരിപ്പിച്ച നമുക്കാണോ ഒരാളുടെ ജാതകം ഉണ്ടാക്കാൻ പാട്? പാരമ്പര്യമായിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാ വാസുവേട്ടന്റെ കുടുംബം. അത്ര ആഴത്തിൽ പ്രാവീണ്യമുള്ള ജ്യോത്സ്യന്മാരെ അയാൾക്കറിയാം. നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് ജാതകം ഉണ്ടാക്കി കൊടുത്താൽ, അവരത് കണ്ടുപിടിച്ചാൽ ആ കുടുംബം പിന്നെ നമ്മളെ വിശ്വസിക്കില്ല. വിഷ്ണുവിനാണെങ്കിൽ സ്വന്തമായിട്ട് കുടുംബമോ കൂടപ്പിറപ്പോ ആരുമില്ല. പിന്നെ എന്ത് ജാതകം? നമുക്ക് വേണ്ടത് വിഷ്ണുവിന്റെ ജാതകമല്ല,
ശ്യാമയെ വിവാഹം കഴിക്കുന്ന ആളിന്റെ ജാതകമാ വേണ്ടത്. ഐ മീൻ അഖിലിന്റെ. എല്ലാ ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി നടക്കേണ്ടത് അഖിലും ശ്യാമയും തമ്മിലുള്ള വിവാഹമാണ്. മായ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മകൾക്ക് പകരമാണ് ശ്യാമ കതിർമണ്ഡപത്തിലേക്ക് കയറുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇതുവരെ നടത്തിയതെല്ലാം കള്ളത്തരമാണ്. പക്ഷേ ജാതകത്തിന്റെ കാര്യത്തിൽ അത് പോരാ. അഖിലിന്റെ ജാതകം നമുക്ക് എങ്ങനെ കിട്ടും? അത് വസുന്ധരയുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം. എങ്ങനെ? അതിനുള്ള വഴി നമ്മൾ കണ്ടെത്തണം. എന്നെ മരണക്കയത്തിൽ നിന്ന് രക്ഷിക്കാൻ നീ ആരെ അയച്ചത്? അമ്പാടി കണ്ണാനിയാട് ഉമ്മയിൽ പീലിതൻ ചേലാട്. അഖിൽ സർ, അങ്ങനൊരു വിളിയൊച്ച ഞാൻ കേട്ടായിരുന്നു. ആ, കേട്ടിരുന്നു. അവള് തന്നെയാ എന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷിച്ചത്. അപ്പൊ എന്നെ അഖിൽ സാർ എന്ന് വിളിച്ചത് അത് ശ്യാമയുടെ ശബ്ദമാണല്ലോ. യെസ്, ഉറപ്പാ, അത് ശ്യാമയുടെ ശബ്ദം തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.